നമസ്കാരം, ഞാൻ ജെറീന. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കർണാടകത്തിന് നിർണായകം. രാഷ്ട്രീയ സംഭവങ്ങളാൽ തുലാസിലാടുന്ന കർണാടകയിൽ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുന്നു. കർണാടക നിയമസഭാ വിധാൻ സൗധയിൽ പ്രോട്ടം സ്പീക്കർ കെ.ജി. ബൊപ്പയ്യയ്ക്ക് മുന്നിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പ. പിറകെ കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യയും സത്യപ്രതിജ്ഞ ചെയ്തു. വോട്ടെടുപ്പ് സമാധാനപരമായി നടത്താൻ കർണാടക വിധാൻ സൗധയിൽ നിയോഗിച്ചിട്ടുള്ളത് 200ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ. ഇരുമുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടുമെന്ന് 100% ഉറപ്പെന്ന് മുഖ്യമന്ത്രി യെദ്യൂരപ്പയും സർക്കാർ രൂപീകരിക്കുമെന്ന് ഗുലാം നബി ആസാദും. അതേസമയം കേന്ദ്ര സർക്കാർ തടവിൽ വെച്ചിരിക്കുന്നുവെന്ന് ആരോപിച്ച എംഎൽഎ ആനന്ദ് സിംഗ് വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ്. ഇപ്പോൾ തങ്ങളോടൊപ്പം ഇല്ലെങ്കിലും നേതാക്കളുമായി അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട് എന്നും വിശദീകരണം. എംഎൽഎമാരെ റാഞ്ചാൻ ബി.ജെ.പി. നടത്തിയ നീക്കങ്ങളുടെ വിശദാംശങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടു. കൂറുമാറാൻ 15 കോടി മുഖ്യമന്ത്രിയുടെ മകൻ വാഗ്ദാനം ചെയ്തുവെന്ന് ആരോപണം. വിലപേശൽ നടത്തിയത് ഭാര്യമാരെ വിളിച്ച്. ഇക്കാര്യം വ്യക്തമാക്കുന്ന ശബ്ദരേഖയും കോൺഗ്രസ് പുറത്തുവിട്ടു. വൈകിട്ട് 4 മണിക്കാണ് കർണാടകയിൽ വിശ്വാസ വോട്ടെടുപ്പ്. വിശ്വാസ വോട്ടെടുപ്പ് സമയത്ത് സഭയിൽ ഹാജരാകുന്ന എംഎൽഎമാരിലെ കേവല ഭൂരിപക്ഷം 104 എംഎൽഎമാരുള്ള ബി.ജെ.പി. മറികടന്നാൽ കർണാടകയുടെ 23ാമത് മുഖ്യമന്ത്രിയായി ബി.എസ്. യെദ്യൂരപ്പ തുടരും. അല്ലാത്തപക്ഷം 2007 വെറും 7 ദിവസം മാത്രം മുഖ്യമന്ത്രി പദത്തിലിരുന്ന സ്വന്തം റെക്കോർഡ് 2.5 ദിവസമാക്കി പുതുക്കി യെദ്യൂരപ്പയ്ക്കും ബി.ജെ.പിക്കും പടിയിറങ്ങാം. വോട്ടെടുപ്പിനെ അതിജീവിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന ബി.ജെ.പി. അണിയറയിൽ എന്തൊക്കെ നീക്കങ്ങളാണ് നടത്തുന്നത് എന്ന് അവ്യക്തം. ബൊപ്പയ്യ തന്നെ പ്രോട്ടം നാഥൻ. കർണാടകത്തിൽ പ്രോട്ടം സ്പീക്കറായി കെ.ജി. ബൊപ്പയ്യ തുടരും. സുപ്രീം കോടതി നടപടി. പ്രോട്ടം സ്പീക്കറെ നിയമിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ലെന്ന നിരീക്ഷണത്തോടെ എ.കെ. സിക്രി അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റേത്. വിശ്വാസ വോട്ടെടുപ്പ് മാധ്യമങ്ങളിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യാമെന്നും കോടതി. ഇതിനു പിന്നാലെ നിയമനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജി കോൺഗ്രസ് ജെ.ഡി.എസ്. സഖ്യം പിൻവലിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് തടസ്സമില്ല. ഇതിൽ കൂടുതൽ എന്ത് സുതാര്യത വേണ്ടത് എന്നും കോടതിയുടെ ചോദ്യം. ഹർജിക്കാരുടെ വാദത്തിൽ വൈരുദ്ധ്യമുണ്ടെന്ന കോടതി. സത്യപ്രതിജ്ഞയും വിശ്വാസ വോട്ടെടുപ്പും മാത്രമേ ഇന്ന് നടക്കാവൂ എന്നും ഓർമ്മപ്പെടുത്തൽ. തർക്കം നീണ്ടാൽ വോട്ടെടുപ്പ് നീട്ടിവെക്കേണ്ടി വരുമെന്നും ബൊപ്പയ്യയുടെ വാദം കേൾക്കാതെ ഉത്തരവിറക്കാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. വിശ്വാസ വോട്ടെടുപ്പ് നടത്തിയാൽ അംഗീകരിക്കില്ലെന്ന് കോൺഗ്രസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. ബി.ജെ.പി. നീക്കം വിശ്വാസ വോട്ടെടുപ്പ് അട്ടിമറിക്കാനെന്നും നിയമനം ചട്ടവിരുദ്ധമെന്നും കപിൽ സിബൽ. എന്നാൽ പ്രായമല്ല, സഭയിലെ കാലയളവാണ് പരിഗണിക്കേണ്ടതെന്ന് കോടതി മറുപടി നൽകുകയായിരുന്നു. ഏറ്റവും മുതിർന്നവരല്ലാത്തവർ മുൻപും പ്രോട്ടം സ്പീക്കർ ആയിട്ടുണ്ടെന്നും കോടതി. കൊലയാളികൾ കസ്റ്റഡിയിൽ. ന്യൂമാഹിയിൽ ബി.ജെ.പി. ബൂത്ത് പ്രസിഡന്റ് ഷമേജിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 CPM പ്രവർത്തകർ കസ്റ്റഡിയിൽ. മൂവരെയും പിടികൂടിയത് രാത്രി വൈകി വടകരയിലെ ഒരു ലോഡ്ജിൽ നിന്ന്. കസ്റ്റഡിയിലെടുത്തവർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളതായി സൂചന. ഇവരെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് എന്ന അന്വേഷണ സംഘം. 6-അംഗ സംഘമാണ് കൊല നടത്തിയത് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. കേസിൽ നേരത്തെ 2 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇവർക്ക് കൊലയുമായി നേരിട്ട് ബന്ധമില്ലെന്ന് സ്ഥിരീകരണം. എന്നാൽ സംഭവത്തെക്കുറിച്ച് 2 പേർക്കും അറിവുള്ളതായി കണ്ടെത്തൽ. ഇവരെ ഏത് രീതിയിൽ പ്രതി ചേർക്കണമെന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ഷമേജിന്റെ കൊലയാളികൾ കർണാടകയിലേക്ക് മുങ്ങി എന്ന വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം ബംഗളൂരുവിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഒരാളെ കസ്റ്റഡിയിലെടുത്തത്. എരിതിയിൽ എണ്ണ കുതിക്കുന്നു. കർണാടക തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യത്ത് ഉയർന്ന ഇന്ധനവില കുതിപ്പിൽ തന്നെ. സംസ്ഥാനത്ത് പെട്രോൾ വില ചരിത്രം കുറിച്ച് 80 മുകളിലേക്ക്. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 32 പൈസ വർദ്ധിച്ച് 80.01 രൂപയായി. ഡീസൽ ലിറ്ററിന് 23 പൈസ വർദ്ധിച്ച് 73.06 രൂപ. കൊച്ചിയിൽ പെട്രോളിന് 78.62 രൂപയും ഡീസലിന് 71.68 രൂപയുമാണ് വില. രാജ്യത്ത് ഇന്ധന വില വർധനയ്ക്ക് കാരണം ഡോളറിനെതിരെ രൂപയ്ക്കുണ്ടായ ഇടിവും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം $80 എത്തിയതുമെന്ന് വിലയിരുത്തൽ. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കും റഷ്യയും ക്രൂഡ് ഓയിൽ ഉത്പാദനം നിയന്ത്രിക്കാൻ തീരുമാനിച്ചതും പ്രമുഖ എണ്ണ ഉത്പാദക രാജ്യമായ ഇറാനുമേൽ വീണ്ടും ഉപരോധം തീർക്കാനുള്ള അമേരിക്കയുടെ നീക്കവും തിരിച്ചടിയായി എന്നും നിരീക്ഷണം. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ടീന സൂസൻ ടോം ചേരും. നമസ്കാരം.